എന്തൊക്കെയാണോ ഇറാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതുപോലെ തിരിച്ചും ചെയ്യിപ്പിക്കുക എന്നതാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങളും. നേരത്തെ IRGC അഥവാ ഇറാൻ സൈന്യത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒക്കെയും ഇവരുടെ ബ്ലാക്ക് പട്ടികയിലേക്ക് അഥവാ ലോകോത്തര തീവ്രവാദി പട്ടികയിലേക്ക് ചേർത്തിയിരുന്നു. അതിന് പകരമായി പുതിയ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിട്ടുള്ളത്. നിങ്ങൾ കാണുമെന്നറിയില്ല. എന്താണ് ഇതിൽ പറയുന്നത്? യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ നാവികസേനയെയും വ്യോമസേനയെയും ഇറാൻ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നായി കൈകൊട്ടി പാസ്സാക്കിയൊരു വിഭാഗമുണ്ട്, IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഇവർ ലോകത്തിന് ഭീഷണിയാണ്, അവർ തീവ്രവാദികളാണ്, നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ്, നിരോധിക്കപ്പെടേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. ആരാ ഇവർക്ക് അധികാരം കൊടുത്തത്? ഒരു രാജ്യത്തിൻ്റെ പരമോന്നത രാജ്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈന്യത്തെ ഇങ്ങനെ നിരോധിക്കണമെന്ന് പറയാൻ? തിരിച്ചൊരു കാര്യം, കുറച്ച് വൈകിയാണെങ്കിലും ഒരൊറ്റ പ്രഖ്യാപനം. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ നാവികസേന ഏതൊക്കെയുണ്ടോ അതും വ്യോമസേന ഏതൊക്കെയുണ്ടോ അതും ഇറാൻ ഭരണകൂടം ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ലോകത്ത് ഈ ഒരു ഇറാനെ കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തിനെ കൊണ്ട് സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ രാജ്യത്തിന് അല്ലാതെ ഒരൊറ്റ രാജ്യത്തിനും സാധിക്കുന്നില്ല. മാത്രമല്ല, മുട്ടിലെഴയുന്ന രാജ്യമാണ് പലതും എന്നുള്ളത് വ്യക്തമാണ് നമുക്ക് ഈ വർത്തമാനകാലത്ത്. അത് വ്യക്തമായി നമ്മളൊക്കെ കണ്ടതുമാണ്. അവിടെയാ ഇറാൻ നല്ല രീതിക്ക് ഓരോ തീരുമാനങ്ങൾ ലോകത്ത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ എന്നൊക്കെ പറയുന്നത് ചില്ലറ രാജ്യങ്ങളൊന്നുമല്ല. അവിടെയാണ് നട്ടിൽ നിവർത്തിക്കൊണ്ട് നിങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് തിരിച്ചങ്ങോട്ട് പറയുന്നത്. എങ്ങനെയുണ്ട്? ഭീകരവാദികളാണ്, ഭീകര സംഘടനകളാണ്, നിങ്ങളൊക്കെ ലോകത്തിന് അപകടമാണ് എന്ന് യൂറോപ്യൻ യൂണിയനിലെ മുഴുവൻ അംഗങ്ങളെയും അങ്ങ് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ സൈന്യം, വ്യോമസേനയും അതുപോലെ നാവികസേനയും നിരോധിക്കപ്പെടേണ്ടതാണ്, ഒരിക്കലും ഭീകര സംഘടനകളെ വെച്ച് പുലർത്താൻ പാടില്ല എന്ന പ്രഖ്യാപനം മുഖത്ത് നോക്കി പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആയത്തുള്ള ഖമനയ്ക്ക് അല്ലാതെ മറ്റാർക്കാണ് സാധിച്ചത്? അപ്പോൾ ഈ ഒരു പോക്കും നീക്കവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നല്ല ഒരു ബാക്ക് ബോൺ ഇറാൻ ഉണ്ട് എന്നുള്ളത്. അത് മറ്റാരുമല്ല, ഈ റഷ്യയും ചൈനയുമാണ്. ചൈന വലിയ സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നു, റഷ്യ ഡയറക്റ്റ് തന്നെ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന രൂപത്തിലെത്തുകയും ചെയ്തു. ആ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പോലും ഇറാൻ്റെ തീരത്തേക്ക് വന്നതോടുകൂടി ട്രംപിനാകെ ഒന്ന് പേടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചുവപ്പ് രേഖയും മഞ്ഞ രേഖയൊന്നും ഇപ്പം കണക്ക് വെച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറേ വിമാനങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ അവർക്ക് കുറച്ച് തിന്നാനും കുടിക്കാനും കൊടുക്കുന്നുണ്ട്. സെപ്റ്റിക് ടാങ്ക് പോലും വൃത്തിയാക്കാൻ $4 ലക്ഷം പ്രതിമാസം ചെലവഴിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ അവിടെ ചുറ്റിപ്പറ്റി നിർത്തുന്നത്. എത്ര ആളുകളാണ് അവിടെ പാർക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. ആ ലെവലിലുള്ള ആളുകളൊക്കെ തീറ്റിപ്പോറ്റേണ്ട ഗതികേട്. ഒരു യുദ്ധം ഉണ്ടാകുന്നില്ല, എന്നാൽ യുദ്ധം ചെയ്യാനുള്ള ത്രാണിയില്ല, എന്നാൽ ഇവർക്ക് മുടങ്ങാതെ ഭക്ഷണവും കൊടുക്കണം. ആ അവസ്ഥയിൽ കിടക്കുകയാണ്. അഥവാ യുദ്ധം ചെയ്താലുള്ള നഷ്ടത്തേക്കാൾ 10 മടങ്ങ് നഷ്ടമായിരിക്കുകയാണ് ഇപ്പം ഈ അമേരിക്കയുടെ എല്ലാ കപ്പലുകളുടെയും ജീവനക്കാരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ. അമേരിക്ക പ്രതിദിനം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഡോളറുകളാണ്. അതിനിടെയാണ് പുതിയൊരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്ത് നിന്ന്. ഇനി എന്താകും എന്തോ എന്നുള്ളത് കാത്തിരിക്കണം. കാര്യമായിട്ട് തന്നെ ഇറാൻ രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരാൾക്കും അഥവാ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല, അതിനുള്ള ത്രാണിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും കാത്തിരിക്കാം. മറ്റൊരു രാജ്യത്തിനും ഇല്ലാത്ത വലിയ കഴിവുകൾ, തോക്കുമോ ജയിക്കുമോ അതൊക്കെ വരാനിരിക്കുന്ന കാലഘട്ടത്ത് നമ്മൾ അവിടെ വെച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇന്ന് വരെ ജയിച്ച ചരിത്രമേ ഉള്ളൂ എന്ന് കേവലമാണെങ്കിലും ശരി അത് അവകാശപ്പെടുന്ന അമേരിക്ക ഇപ്പോൾ പടിയിറങ്ങണോ അല്ല അവിടെ തന്നെ ഇരിക്കണോ, ഇതൊക്കെ ആലോചിച്ചിട്ട് ഉറക്കമില്ലാത്ത രാവുകളായി മുന്നോട്ട് പോവുകയാണ്. കാത്തിരിക്കാം പുതിയ വിശേഷവുമായിട്ട് എത്തുന്നത് വരെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.